ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സ്നേഹത്തിലിരിക്കുമ്പോഴല്ലേ വിഷ്ണുവിന്റെ ഒളിച്ചോട്ടം. ഇനി അവന് ആപത്തെന്തെങ്കിലും സംഭവിച്ച് എവിടേക്ക് വരാൻ പറ്റാത്ത അവസ്ഥയിൽ വല്ലതും ആയിരിക്കോ? കാര്യങ്ങളായിട്ട് തന്നെ നേരിട്ട് വന്ന് സംസാരിച്ചല്ലോ. അത് ഒരു നല്ല സ്വഭാവം തന്നെയാ. പക്ഷേ അത് മാത്രം പോരല്ലോ ഒരു വിവാഹം നടക്കാൻ. ഈ കല്യാണം എന്നൊക്കെ പറയുമ്പോ രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള കൂടിച്ചേരലും കൂടിയല്ലേ. അതുകൊണ്ട് നിന്റെ അച്ഛനോടും അമ്മയോടും നല്ല ഒരു ദിവസം നോക്കി ഇങ്ങോട്ട് വരാൻ പറ. കാര്യങ്ങള് അവരുമായിട്ട് സംസാരിച്ച് നമുക്കൊരു തീരുമാനത്തിലെത്താം. എന്താ പ്രകാശ്, അതല്ലേ നല്ലത്? എനിക്ക് അച്ഛനും അമ്മയില്ല. എന്നെ പഠിപ്പിച്ചതും എന്റെ ഗാർഡിയന്റെ സ്ഥാനത്ത് നിൽക്കുന്നതും ഇവിടുത്തെ കളക്ടർ ശാലിനിയാ. ഞാൻ ശാലിനി ചേച്ചിയോട് ഒന്ന് സംസാരിക്കാൻ പറയാം. അത് പോരല്ലോ. ഒന്ന് സംസാരിച്ചത് കൊണ്ട് മാത്രം കാര്യങ്ങൾ തീരുന്നില്ലല്ലോ. ഒരു പെണ്ണിനെ പറഞ്ഞു വിടുമ്പോ ചടങ്ങുകൾ ഒരുപാടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് രക്ഷിതാക്കളോട് പറയേണ്ടതായിട്ടുമുണ്ട്. അതെല്ലാം ശാലിനി എന്ന ഈ കളക്ടറോട് പറഞ്ഞിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്കൊരു താല്പര്യക്കുറവുണ്ട്. അതുകൊണ്ട് തുറന്നു പറയാമല്ലോ, ഇത് നടക്കില്ല പ്രകാശ്. ഒന്ന്, കുടുംബ മഹിമ. രണ്ട്, ശാലിനി എന്ന അവളുടെ ഗാർഡിയൻ പദവി. ഇത് രണ്ടും എന്നെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമാണ്. പ്രകാശന് പോവാം. ഞാനിപ്പോ ഇവൾക്ക് ഇതൊക്കെ ഉള്ള ഒരു കുടുംബവുമായിട്ട് വിവാഹ ബന്ധം ഉറപ്പിച്ചിരിക്കുക. അതേ നടക്കൂ. ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട്. ഇനി ഒന്നും ആലോചിക്കാനില്ല. ഞങ്ങളുടെ സ്നേഹം സത്യമാണെങ്കിൽ ആ കല്യാണം നടക്കില്ല. ഓഹോ, കളക്ടറുടെ പദവി കണ്ടിട്ടുള്ള വെല്ലുവിളിയാണോ? അതും മാണിക്കോത്ത വീട്ടിനകത്ത് നിന്നുകൊണ്ട്. ഡാ കൊച്ചനെ, നിനക്കപ്പം നേരെ ചെവേ ജീവിച്ചു പോണോന്ന് ആഗ്രഹമൊന്നും ഇല്ലല്ലേ? ചന്ദ്രൻ, നീ വിഷമിക്കണ്ട. നിന്റെ കഴുത്തിൽ താലി കെട്ടുന്നുണ്ടെങ്കിൽ അത് ഈ പ്രകാശനായിരിക്കും. എന്റെ ശരീരത്തിൽ ജീവനുള്ളിടത്തോളം കാലം നീ എവളുടെ കഴുത്തിൽ താലി കെട്ടില്ല. അത് സാറ് മാത്രം തീരുമാനിച്ച പോരല്ലോ. വീട്ടിനകത്ത് കയറി വന്ന് ഭീഷണിപ്പെടുത്തുന്നോടാ. ഇറങ്ങി പോടാ. അയ്യോ അച്ഛാ, വേണ്ട. ഇറങ്ങി പോടാ. ഇറങ്ങി പോടാ എന്റെ വീട്ടിൽ നിന്ന്. നീ മിണ്ടി പോരുത്. കൂടും കുടുക്കം വെക്കാൻ പോലും പ്രാപ്തിയില്ലാത്തവനൊക്കെ തേടി പിടിച്ച് പ്രേമിച്ചോണ്ട് വന്നിരിക്കുക. എന്നെ എതിർത്താ കൊന്നുകളയും ഞാൻ. നിങ്ങൾ തന്നെ വിളിച്ച് അകത്ത് കയറ്റിയതാ എന്നെ. എന്നിട്ടാ കഴുത്തിന് പിടിച്ച് വെളിയിൽ തള്ളിയിരിക്കുന്നത്. ഇതിന് പ്രായച്ചിത്തമായിട്ട് ഇതേ വീട്ടിലേക്ക് നിങ്ങൾ തന്നെ എന്നെ മരുമകനായിട്ട് സ്വീകരിച്ച് ആനയിച്ച് കയറ്റേണ്ടി വരും. ഇന്ന് ഈ കാണിക്കുന്നതിനൊക്കെ അന്ന് നിങ്ങൾ പശ്ചാത്തപിക്കുകയും ചെയ്യും. ഇറങ്ങി പോടാ. ഈ കോമ്പൗണ്ട് നിൽക്കാൻ പോലും നിനക്ക് യോഗ്യതയില്ല. എടാ പോവാനാ പറഞ്ഞത്. അവളുടെ ഒരു ഇഷ്ടം ജനിപ്പിച്ചു പോയി എന്നുള്ള ഒരൊറ്റ തെറ്റിന്റെ പേരിലാ നിന്നെ ഞാൻ കൊല്ലാതെ വിടുന്നത്. സ്വാമി, ആ അരങ്ങത്തുകാരെ വിളിച്ചിട്ട് കല്യാണം കുറച്ചുകൂടി നേരത്തെ ആക്കാൻ പറ്റുമെന്ന് ചോദിക്കണം. ഇല്ലെങ്കിൽ ഇതുപോലെ കുടുംബവും പാരമ്പര്യവും എന്താന്ന് പോലും അറിയാത്തവന്മാര് പെണ്ണും ചോദിച്ചോണ്ട് കേറി വരും. പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കടി. നീ ഇത് എന്തുദ്ദേശിച്ചിട്ടാ?
വേറെ എന്താ അമ്മ ചെയ്യാൻ? എനിക്ക് പറ്റുന്നില്ല അമ്മ. ഒരാൾക്കും സംഭവിക്കാൻ പാടില്ലാത്ത ദുരന്തമാണല്ലോ എന്റെ മോൾക്ക് സംഭവിച്ചിരിക്കുന്നത്. ഈ സങ്കടങ്ങളിൽ നിന്നെല്ലാം എന്റെ കുഞ്ഞിന് എന്നാണാവോ ഒരു മോചനം കിട്ടുക? സങ്കടം ഒന്ന് കരഞ്ഞു തീർക്കാൻ പോലും എന്റെ മോൾക്ക് സ്വാതന്ത്ര്യമില്ലല്ലോ. എല്ലാം ഉണ്ടായിട്ടും ഇന്ന് വരെ മനസമാധാനമായിട്ട് എന്റെ കൊച്ചിന് ജീവിക്കാനായിട്ടില്ല. നിങ്ങളെ അമ്മയ്ക്കും മകൾക്കും ഇത് എന്താ പറ്റിയേ? എപ്പ കണ്ടാലും ഓരോ ആലോചന. ഞാൻ വെറുതെ ഓരോ കാര്യങ്ങൾ ഓർത്തിങ്ങനെ. അപ്പൊ ശാലിനിയോ? അവളും എന്തോ വലിയ ദുരന്തം സംഭവിച്ചതുപോലെ സങ്കടപ്പെട്ട് ഇരിക്കുകയും നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ മുഖത്തൊരു ചിരി വന്ന് ഞാൻ കണ്ടിട്ടില്ല. അതെങ്ങനെ വരാനാ? ചിരി വരുത്തേണ്ടവൻ നാട് വിട്ട് നടക്കല്ലേ? അല്ല ശാരദാമ്മേ, ഇനി അവര് തമ്മിൽ വല്ല വഴക്കമുണ്ടായോ? അയ്യോ, അങ്ങനെ അവര് തമ്മില് വഴക്കൊന്നുള്ളതായിട്ട് എനിക്ക് അറിയില്ല സത്യമേ. സ്നേഹത്തിലിരിക്കുമ്പോഴല്ലേ വിഷ്ണുവിന്റെ ഒളിച്ചോട്ടം. ഇനി അവന് ആപത്തെന്തെങ്കിലും സംഭവിച്ച് ഇവിടേക്ക് വരാൻ പറ്റാത്ത അവസ്ഥയിൽ വല്ലതും ആയിരിക്കോ? അല്ലെങ്കിൽ ഇത്രയും നാളിങ്ങനെ എല്ലാരെയും വിട്ട് എന്റെ കൊച്ചങ്ങനെ മാറി നിൽക്കുന്നവനല്ല. എന്നെ കാണാതെ ഒരു ദിവസം പോലും നിൽക്കാത്ത ആളാ. ആ മകൻ തിരിച്ചു വരാൻ പറ്റാത്തൊരു ലോകത്തിരുന്ന് ഈ അമ്മയെ കാണുന്നുണ്ട് സത്യമേ. ഈ വീടും വീട്ടിലുള്ളവരെയും വിട്ട് അവൻ എവിടെ പോവെന്ന്? നിങ്ങൾക്ക് ചുറ്റും അവനുണ്ട്. അവന്റെ വേദനയുണ്ട്, അവന്റെ കണ്ണീരുണ്ട്. ഈ പറയുന്നതൊക്കെ അവന് കേൾക്കാം. എനിക്കിപ്പോ കാണാം, അവന്റെ മനസ്സറിയാം. നിങ്ങളുടെ ഈ മടിയിൽ തലവെച്ചൊന്ന് കിടക്കാൻ കൊതിച്ചുകൊണ്ട് അതിന് കഴിയാതെ നിൽക്കുന്ന നമ്മുടെ വിഷ്ണുവിനെ. ശാരദാമ്മേ, എന്താ ശാരദാമ്മ ഇത്? ഒന്നുമില്ല, ഞാൻ അടുക്കളയിൽ എന്തെങ്കിലും പണിയുണ്ടോ നോക്കട്ടെ. അവിടെ ഇരിക്കു ശാരദാമ്മേ, അതൊക്കെ പൊന്നി നോക്കിക്കോളും. ഞാൻ ഈ ഉള്ളിയും കൊണ്ട് ഇങ്ങോട്ട് വന്നത് തന്നെ ശാരദാമ്മ ഇവിടെ ഇരിക്കുന്നത് കണ്ടിട്ടാ. ഇരിക്കെ ശാരദാമ്മേ, ശാലിനിയെ പോലെ തന്നെ സങ്കടം എനിക്കുണ്ട്. പക്ഷേ അത് ഞാൻ പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. എന്റെ മോനെ കാണാത്ത വിഷമം കൊണ്ട് തോന്നുന്നതായിരിക്കും. പലപ്പോഴും രാത്രിയിൽ അവൻ സ്വപ്നത്തിൽ വന്ന് പൊട്ടിക്കരയുന്നത് പോലെ എനിക്ക് തോന്നും. എന്റെ വിഷമം കൊണ്ട് എനിക്ക് തോന്നുന്നതായിരിക്കും. പക്ഷെ ഇതൊന്നും അവൻ മനസ്സിലാക്കുന്നില്ലല്ലോ. എനിക്കിത്രയും സങ്കടം ഉണ്ടാവുമ്പോ ശാലിനിയുടെ കാര്യം പറയണോ? ഇന്നും ജോലിക്ക് പോകുന്നില്ലെന്നാ തോന്നുന്നേ. അത് ഇന്നലെ കുറെ യാത്ര ചെയ്തതല്ലേ, അതിന്റെ ക്ഷീണമുണ്ടെന്ന് തോന്നുന്നു. ഞാൻ എന്തായാലും അടുക്കളയിലോട്ട് ചെല്ലട്ടെ. സത്യം ഇത് അറിഞ്ഞിട്ട് അങ്ങോട്ട് കൊണ്ടുവന്നാ മതി. ആ